ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മുംതാസ് ജഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ്? മേക്കപ്പ് വീഡിയോ തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ പുതിയ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് അല്ലാതെ ഈ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഞാനിത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, വാങ്ങിയിട്ടൊരു ഒരാഴ്ച കണ്ടായിട്ടുള്ളൂ. ഫോക്സ് സ്റ്റൈലിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, അല്ലാതെ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂല. ഇത് നമ്മൾ വീക്കിലി ജസ്റ്റ് ഒരു ക്ലെൻസറാണിത്. ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, വീക്കിലൊരു 2-3 ഡേയ്സ് യൂസ് ചെയ്താൽ മതി എന്നാണ് അവരിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു മോയ്സ്ചറൈസർ, ഇത് ഫോക്സ് സ്റ്റൈലിൻ്റെ തന്നെ ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസറാണ്. പിന്നെ ഇത് ദ മിൽക്ക് വേ റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ്, നമ്മളെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മറയ്ക്കാനുള്ള അത് മാറും എന്നാണ് അവർ പറയണത് ആ സാധനം. പിന്നെ ഇത് അണ്ടർ ഐ ക്രീം, ഇതൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണ കൺസിസ്റ്റൻസി ഇങ്ങനത്തെ കാര്യങ്ങളിൽ കീപ്പ് ചെയ്യുന്ന ഒരാളല്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് മാറിക്കണം. ഇപ്പം എൻ്റെ മുഖത്ത് ജസ്റ്റ് കുറച്ച് സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ മോനെ സ്കൂൾക്ക് വിടാൻ വേണ്ടി പോയപ്പോൾ സൺസ്ക്രീമും പിന്നെ ലിപ് ബാമും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ആദ്യം തുടച്ച് കളയാം. സെയിം, നമ്മൾ മുഖം കഴുകണില്ല, നമ്മൾ എന്ത് ചെയ്യണു? വൈപ്പ് ചെയ്യും. മുഖം കഴുകാൻ എനിക്ക് വയ്യ. കണ്ടോ, ലിപ് ബാമാണ്, മമ്മായത്തിൻ്റെ ലിപ് ബാമാണ്, കളേർഡാണത്. കഴിഞ്ഞു, ഒന്നുമില്ല കേട്ടോ. ഞാൻ തലേ തട്ടട്ടില്ല അങ്ങനെയൊന്നും പറയരുത്. തലേ തട്ടം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ ബോക്ക് വേണം മുടി ബാക്കിലേക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുമാതിരി ലുക്ക് ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ മുടി ഇങ്ങനെ ഇട്ടിക്കണത്. മുഖം ക്ലിയറായി, ഇത്രേ ഉള്ളൂ. മുഖം ഫുള്ളി ക്ലിയറായി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ശരിക്കും ഇത് എന്നും യൂസ് ചെയ്യേണ്ട സാധനമൊന്നുമല്ല. ഇന്ന് നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം, നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു വൈറ്റ് കളർ ക്രീമി എഫക്റ്റ് ഉള്ളൊരു സീറമാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? മുടിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടിമയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ തുടയ്ക്കാം. പിന്നെ ഞങ്ങളോട് അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഗ്ലോ കിട്ടും. മൂക്കൊക്കെ ചെറിയുണ്ടെങ്കിൽ അതൊക്കെ ചൊറിയാം. ഞാനത് ഇവിടെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഓയിലി എഫക്റ്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതേപോലെ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എനിക്ക് 2-3 കമൻറ്റ്സ് വന്നിട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് 2-3 കമൻറ്റ്സ് വന്നു, പ്രൊമോഷനാണോ എന്നൊക്കെ. ഞാൻ പ്രൊമോഷൻ ചെയ്യാനൊന്നും ആയിട്ടില്ല ഗൈസ്. പ്രൊമോഷനിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ഇൻസ്റ്റ ഐ ഡി അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിലും ഇതുവരെ ഞാനൊരു പ്രൊമോഷനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട്, സത്യം പറയാലോ, കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ ചെയ്യുന്നതാണ്.
അതിനാണ് പ്രൊമോഷനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. ഓക്കെ, വെറുതെ നമ്മൾ തളിർത്ത് വരുന്ന ചെടീനെ അങ്ങോട്ട് പറിച്ച് കളയരുത്. നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നാലേ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ സിറം ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം തൽക്കാലം ഇത്രേ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഈ മോയ്സ്ചറൈസർ, ഇത് സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ശരിക്കും സൂപ്പർ ഗ്ലോ ആണ്, പക്ഷെ ഒരു ഓയിലി ഫീലാണ്. ഫേസ് മൊത്തം ഒരു പൗഡറിഷ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് ഇഷ്ടമുള്ള ആളുകൾക്ക് വെച്ചാൽ ഇത് പറ്റില്ല. ഇത് ഒരു ഓയിലി ഫീലുള്ള സാധനമാണ്. എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഓയിലി ഫീലിൽ നിൽക്കണം, ഒരു ഗ്ലേസിങ്ങിൽ നിൽക്കണതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. ഇതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇടാം. ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ ഇങ്ങനെ. ഇത് മതി, ഇതേ ധാരാളം. കാരണം നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ എങ്ങോട്ടും പോണില്ല, വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യണം. നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ മൂക്കിൻ്റെ അവിടെ ഉള്ളതൊക്കെ സെറ്റാക്കാം. ഇന്ന് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. വേറെ ഒന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രമുള്ള ഒരു ലുക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഐബ്രോ നമ്മൾ യൂസ് ചെയ്യും, അല്ലാതെ ഈ മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട്, ഈ മോയ്സ്ചറൈസറും ഈ സിറവും മാത്രം ഇട്ടിട്ടുള്ള ഒരു ലുക്കാണ്. ഓക്കെ, തട്ടാടാം നമുക്ക്. ഇനി നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ ബ്രഷ് എന്നത്തെയും പോലെ തന്നെ കാണാണ്ടായിട്ടുണ്ട്. ഇപ്പം തൽക്കാലം ഈ ബ്രഷ് മതി അല്ലേ. ഐബ്രോ ചെയ്യാം നമുക്ക്. ഐബ്രോ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കുകയാണ് വേണ്ടുള്ളൂ ഗൈസ്. ഞാൻ ആദ്യമൊക്കെ ത്രെഡ് ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് ത്രെഡ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. വേദനകൾ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കുറച്ചായിട്ട് എന്താ അറിയില്ല, ഈ ത്രെഡിങ്ങിൻ്റെ ഒക്കെ പെയിൻ അത് സഹിക്കാൻ വയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ഓയിലി എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, കറക്റ്റ് കാണുന്നില്ലേ? ഒരു ഓയിലി എഫക്റ്റ്, അല്ലാതെ ഒരു മേക്കപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ലൈറ്റൊക്കെ ആയിട്ട് കറക്റ്റ് കാണണമെന്നറിയില്ല, ഒരു ഓയിലി എഫക്റ്റാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇടാം. ഇതിലേക്ക് പറ്റിയ ലിപ്സ്റ്റിക്ക് ഡാർക്ക് ഇടണോ ലൈറ്റ് ഇടണോ? ലൈറ്റ് തന്നെ മതിയില്ലേ, ഒരുപാട് ലൈറ്റ് വേണ്ട. നമ്മളെ സെയിം എന്നത്തെ ലിപ്സ്റ്റിക്ക് ഇടാം. കാരനേഷൻ ന്യൂഡ്, മമ്മാർത്തിൻ്റെ കാരനേഷൻ ന്യൂഡ്. അവിടെ നിൽക്കട്ടെ. ഞാൻ അന്ന് ഒരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്തിരുന്നു. അത് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. എവിടെ അതുണ്ട്, നമുക്കിതിൽ തപ്പാം ഗൈസ്. തപ്പി കിട്ടി. ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടാണ്. ഡാർക്ക് ഷെയ്ഡ്
ഇങ്ങനെ ലൈൻ പോലെ കൊടുത്തിട്ട് കണ്ടോ, ഡാർക്ക് നമ്മൾ ലൈൻ ചെയ്തു. ഡാർക്ക് നമ്മൾ ലൈൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ലൈറ്റ് ഷെയ്ഡ്, നമുക്ക് ഇതിന് പകരം മറ്റേ ഷെയ്ഡ് വേണ്ട, എന്നിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്യാം. അപ്പം രണ്ടും കൂടെ ഒരു പ്രത്യേക കളറ് വന്നില്ലേ? കണ്ടോ? അപ്പം രണ്ടും കൂടെ ഒരു അടിപൊളി കളറായിട്ട് വന്നു. അത്രേ ഉള്ളൂ. കണ്ടോ? ആ മറ്റേ ഡാസ്ലറിൻ്റെ 25 എന്നുള്ള ആ ലിപ്സ്റ്റിക്കും ഞാൻ അതിൻ്റെ രണ്ടും ഞാൻ പ്രൊമോഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ രണ്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഡാസ്ലറിൻ്റെ ആ 25 എന്നുള്ള വീഡിയോ ലിപ്സ്റ്റിക്കും പിന്നെ മറ്റേ മമ്മാരത്തിൻ്റെ കാർനേഷൻ ന്യൂഡ് എന്നുള്ള ലിപ്സ്റ്റിക്കും, ഇത് രണ്ടും അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്നിട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, വേറൊരു പ്രത്യേകതരം ഇതായില്ലേ? ഇനി നമുക്ക് ഈ സ്കാർഫ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴുന്ന പോലെ ജസ്റ്റ് സ്കാർഫ് ചെയ്യാം. കണ്ടോ, ഞാൻ അധികം ഇങ്ങനെയാണ് ഇടല്. ഇങ്ങനെയാണ് ഞാൻ അധികവും ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇടൽ. ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ടോ, ചില ഡ്രസ്സിന് ഇങ്ങനെ കയറ്റിയിടും, ഹാൻഡ് ഇല്ലാത്ത ഡ്രസ്സ് വെച്ചാൽ ഇങ്ങനെ ഇടും. നന്നായിട്ടില്ലേ? ഇതാണ് നമ്മൾ അന്നത്തെ മേക്കപ്പ്. അപ്പം നമ്മൾ ഫോക്സ് സ്റ്റൈലിൻ്റെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ഫിനിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലത്തെ വെറുപ്പിക്കൽ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.